ഇത് മൊത്തം ഒന്ന് തരണ്ടി തീർക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെ വേറൊരു അത്ഭുതമുണ്ട്. ഇന്ന് അവൻ ഒഴിവായി പോവാന്നൊക്കെ വിചാരിച്ചിരുന്നു. ഞാൻ അറിയാതെ കേറിയതാ ഇങ്ങോട്ട്. ആണോ? ഇനി ഇത് ശീലമായിക്കോളും കേട്ടോ. ഇതെന്താ വേറെ ആരെങ്കിലും ചിരണ്ടിയാന്നേ പറയത്തുള്ളൂ കേട്ടോ. അത് ഞാൻ ചിരണ്ടിയതാ മൊത്തം. ഞാനൊരു 3-4 തേങ്ങ ചിരണ്ടിയിട്ട് ഞാൻ തോട്ടത്തിൽ പോകും കേട്ടോ. ഇപ്പൊ സമ്മതിക്കാം കേട്ടോ. വരെ തീർന്നോ? തീർന്നൊന്നുമില്ല. ബാക്കി എനിക്ക് പോണം പോണം പറയുന്ന കേട്ടോ. മുഴുവൻ ചിരണ്ടി നിങ്ങൾ രണ്ടും കൂടെ ആണ്. അല്ല അത് കോപ്പി എടുത്തോളും. ബാക്കി കോപ്പി. അതെ അതെ എനിക്കറിയാലോ. എന്നാണേലും തേങ്ങ ചിരണ്ടി വറുത്തിട്ട് വെക്കും. ഞങ്ങളെ അടുക്കളയില് പണി ചെയ്യിപ്പിക്കും. അല്ല എല്ലാ ദിവസവും ഞങ്ങളിത് ചെയ്യുന്നതല്ലേ. നിങ്ങൾ ഒരു ദിവസം ചെയ്ത് നോക്കി അറിയണ്ടേ. ഇതേ ഓരോ ജോലിയും അവനവൻ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്താലേ അത് ശരിയാകത്തുള്ളൂ. ഞാൻ ചെയ്യുന്ന ജോലി അമ്മ ചെയ്താന്നാ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യും, ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന പോലെ അമ്മ അടുക്കളയിലെ പരിപാടി, നമുക്ക് അടുക്കളയിൽ കയറാം. അപ്പം അമ്മയും അച്ഛമ്മച്ചിയും കൂടെ ബാക്കി പരിപാടികളെല്ലാം ചെയ്യട്ടെ. എന്നാ ചെയ്യോ? എന്നാ നിങ്ങള് നാളെ തൊട്ട് എന്റെ സ്കൂളിൽ പൊക്കോ. ഞാൻ ഇവിടെ അടുക്കള കയറിക്കോളാം. നിങ്ങളെ പണിയൊക്കെ ചെയ്യാം. നാളെ തൊട്ട് ഈ ഓടിപ്പോ രാവിലെ തൊട്ട് സ്കൂളിൽ പൊക്കോ. അതെന്നാന്ന് അവൻ പറഞ്ഞത്. അവന് സ്കൂളിൽ പോവുകയും വേണ്ട, രാജസാറിന്റെ കയ്യിൽ നടി കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അത് കുഴപ്പമില്ല. അല്ലല്ല, ഞങ്ങള് നിങ്ങള് പണിയും ചെയ്യും, നിങ്ങള് ഞങ്ങള് പണിയും ചെയ്യും. അത് ശരിയാകത്തില്ല. അതിനാന്നറിയോ, ഒരു കാര്യം ചെയ്യാം. ഞാൻ നാളെ യൂണിഫോം ഇട്ട് പള്ളിക്കൂടത്തിലോട്ട് ചെല്ലാം. ഇതെല്ലാം ഇന്ന് വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞേക്കാം. 6-60 ഒരുപോലാന്ന് പറഞ്ഞാൽ അതെ. എന്റെ കൊച്ചുമകന് പകരം പഠിക്കാൻ വന്നത്. അതെ അതെ അതെ. എങ്ങനെയായാലും ആര് പോയാലും വേണ്ടല്ലോ കുഞ്ഞിക്ക്. കുഞ്ഞിക്ക് അടുക്കള ചെയ്യുക. കുഞ്ഞി അടുക്കള പണി ചെയ്യുന്ന എന്നതെന്ന് എനിക്കറിയാം. ഞാൻ നിന്നോളാം എന്ന് പറയുന്നത്. രാവിലെ മുട്ട കുടിക്കും, പിന്നെ ഉച്ചയ്ക്ക് മുട്ട കുടിച്ചു. കുഞ്ഞി, നമ്മുടെ അച്ചമ്മച്ചി പുതിയൊരു ഷെഫിനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര വരട്ടിക്കുള്ള ശർക്കരയൊക്കെ ഇളക്കാൻ അവനെ ഏൽപ്പിച്ചേക്കുന്നത്. അപ്കമിങ് ഷെഫ്. ഒത്തിരി ഇങ്ങോട്ട് കയറ്റി വെക്കണ്ട. ഇപ്പൊ എല്ലാരും കൂടെ കൂടി ഒരു ജോലി അങ്ങ് ചെയ്യുമ്പോഴേ പെട്ടെന്ന് തീരും. അമ്മ ഇത് നമ്മുടെ ശർക്കര വരട്ടിക്കുള്ള പൊടി എന്നൊക്കെ അമ്മ എടുത്തേക്കുന്നത് കറക്റ്റ് ഒന്ന് പറഞ്ഞത് നല്ലപോലെ. ഇത് ചുക്കുപൊടി, ഏലക്കാപ്പൊടി, ജീരകപ്പൊടി. ഇനി ആ ചെറുക്കനെ ഇളക്കി തീരുന്നതിന് മുന്നേ അതിനകത്തോട്ട് ഇടുക. ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഇളക്കി. ഷെഫ് തിരിച്ചു വന്നോ? ഷെഫ് തിരിച്ചു വന്നെന്ന് പറഞ്ഞാലേ ഈ ചട്ടകത്തിന്റെ ഇവിടെ ഇച്ചിരി തുണി കൂട്ടി പിടിച്ചില്ലേ കൈ പൊള്ളുക. അപ്പം ചെറുക്കന്റെ കൈ പൊള്ളാനതും കൊണ്ട് അമ്മ തന്നെ റെഡിയാക്കും കേട്ടോ. അപ്പൊ നമ്മള് കായ വറുത്ത് വെച്ചിരുന്ന കായ മുഴുവൻ ആ ശർക്കര മിക്സിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നല്ലപോലെ മിക്സായി റെഡിയാക്കി എടുക്കണം. ഇത് കുറച്ചു നേരത്തെ പണിയുണ്ട് കുഞ്ഞി. ഇത് വറുത്ത് കോരി തണുത്ത് വാരിയിട്ട് വെച്ചു. ഇനി നമ്മള് കുത്തരി പൊടിച്ചു വെച്ചേക്കുന്നതേ ഇതിനകത്തോട്ടല്ല മിക്സ് ചെയ്യുന്നത്. ഇനി കുത്തരി പൊടിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഇളക്കി, ശർക്കര ഇതെല്ലാം കൂടി ഇത് ഇളക്കി ഈ കായ പിടിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ പുറമെയാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മള് ശർക്കര വരട്ടിക്കുള്ള അരിപ്പൊടിയും കൂടെ തൂളി കൊടുത്ത് റെഡിയാക്കി എടുക്കാം. കുത്തരി വറുത്ത് പൊടിച്ചത്. കോപ്പി ഒരു ഷെഫാകാനുള്ള സംവിധാനത്തിലേക്കൊക്കെ ആയി വരുന്നുണ്ടല്ലേ? അപ്പം മനസ്സിലായില്ലേ, കാപ്പി ചോദിച്ചോണ്ട് അടുക്കള വരരുതെന്ന്. അങ്ങനെയാ, ഞങ്ങൾ ഓരോന്ന് തരും. ഇനി തീ അങ്ങ് നിർത്തിയാലോ വെച്ചേ. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട ചിപ്സ് എല്ലാം കോരാറായിട്ടുണ്ട്, മൂത്ത് വന്നേ. ഇനി അതങ്ങ് കോരി മാറ്റിയേക്കാം. എന്നിട്ട് ഇനി അടുത്ത ട്രിപ്പ് അരിയാം.
ഇന്ന് വൈകുന്നേരമേ എല്ലാവരെയും പറ്റിക്കാൻ നമുക്കൊരു ചെറിയ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ. ബിരിയാണി എന്ന് പറയാനില്ല, പറയാനൊന്നും ഇല്ല. എന്നാന്ന് ചോദിച്ചാൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങ് തട്ടിക്കൂട്ടി ഉണ്ടാക്കാം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തോട്ട് സ്പൈസസ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. പക്ഷെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നത് ഇതിനാ ടേസ്റ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെ 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 അല്ലേ? നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതിനകത്തോട്ട് നമുക്ക് പൊടികളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അതാ ഗരം മസാല, ബിരിയാണി മസാല, തുള്ളി മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടെ ഇളക്കി നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇളക്കി വഴറ്റാം. അല്ല, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അതും കൊണ്ട് തന്നെ എടുത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് ഇടണം. നമ്മുടെ മല്ലിയിലയും തക്കാളിക്കായും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ടേസ്റ്റ് ആക്കി വിട്ടായിരുന്നേ. ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ചിക്കനും കൂടി ഇട്ട് വേവിക്കാം. എന്നിട്ട് നമുക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. അത് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ പുരട്ടി വെച്ചതാണേ. ഇട്ടിട്ട് ചിക്കനെ നമുക്ക് വേവിച്ചെടുക്കാം. വിസിലടിപ്പിക്കുന്നില്ല, അല്ലാതെ ഒരു അരമണിക്കൂർ മൂടി വെക്കാതെ മൂടി വെക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നമ്മൾ വേവിക്കും. നമ്മുടെ ചിക്കനെ പകുതി വെന്തിട്ടുണ്ടേ. നമുക്ക് അതിലേക്ക് അരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തോ അരി. എന്നാ അരിയാമേ? ഇത് മറ്റേ ചെറിയ അരി, പേരില്ലേ? ജീരകശാല ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇനി അതോട്ടെ കുറച്ച് നാരങ്ങയും കൂടി ഇട്ടിട്ട് ഫസ്റ്റ് നമ്മുടെ പ്ലാൻ മന്തി ആയിരുന്നു കേട്ടോ. പിന്നെ മന്തി മാഗി ക്യൂബ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് തട്ടിക്കൂട്ടി ഒരു ബിരിയാണി ഉണ്ടാക്കാൻ. അതുകൊണ്ട് അമ്മ തട്ടിക്കൂട്ട് ബിരിയാണി ആക്കിയല്ലേ. 2-3 മുട്ടയും കൂടെ പുഴുങ്ങിയിടാൻ മേലായിരുന്നോ? അത്രയും വേണോ? രാവിലെ ഉച്ചയ്ക്കോ മുട്ട കഴിച്ചുള്ളൂ. അപ്പൊ വൈകിട്ടും കൂടെ ആയ ഇന്നത്തെ ദിവസം ഫുൾ ആകുമല്ലോ അല്ലേ? അതെ അതെ. ഇനി ഞാന് 2 ഗ്ലാസ് അരി, ഈ കപ്പിന് 2 കപ്പ് അരി ആയിരുന്നു ഇട്ടതേ. അപ്പൊ ഇതിനൊരു 3 കപ്പ് വെള്ളം ഒഴിക്കും. അങ്ങനെയാണോ? അങ്ങനെയാ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പം 1.5 3. അത് കഴിഞ്ഞ് അപ്പം 4.5യോ? 4? 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. അപ്പൊ 2 ഗ്ലാസ്സിനോ? ഇത് എത്ര ഗ്ലാസ് അരി ഉണ്ട്? 2. അപ്പൊ 3 ഗ്ലാസ് വേണം. 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. 4 ഗ്ലാസ് അങ്ങനെയൊക്കെ കൂട്ടിപ്പോയി. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മള് മൂടി വെച്ചിട്ട് ബിസിൽ അടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ബിസിൽ അടിപ്പിച്ചിട്ട് നിർത്തിയിടാം. ഇല്ലെന്നുണ്ടെങ്കിൽ ബിസിൽ വെക്കാതെ 10 മിനിറ്റ് കറക്റ്റ് 10 മിനിറ്റ് വേവിച്ചാൽ വെള്ളം പറ്റി കറക്റ്റ് ആയിട്ടിരിക്കും. നമുക്ക് അങ്ങനെ നോക്കാല്ലേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉപ്പേരി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാം വറുത്തു നമ്മൾ ടിന്നിലാക്കി വെക്കുക. സെറ്റായല്ലോ അമ്മേ. അപ്പം നമ്മുടെ മന്തി എല്ലാം റെഡി ആയിട്ടുണ്ട് അല്ലേ? ഏത് പേര് പറയുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇപ്പൊ. അതെല്ലേ? അതെല്ലേ? എന്നാണ് നമ്മുടെ ടേബിളെല്ലാം മാറ്റി ഇട്ടേക്കാണ്. ഇന്ന് നമുക്ക് കുറേ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ശർക്കര വരട്ടി ഉപ്പേരി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അച്ചമ്മച്ചി അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഒന്നിച്ചിരുന്ന് കഴിപ്പൊന്നും ഇന്ന് നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. ചൂടോടെ കഴിച്ചോ. ഓരോരുത്തർ ഏതെങ്കിലും മൂല പോയിരുന്ന് കഴിച്ചോണം കേട്ടോ. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യേ, എല്ലാം അങ്ങോട്ട് എടുത്ത് വെച്ചോ. ഇത് ഇവിടെ കിടന്ന് വേണ്ടോ? ആണോ? എന്നാ കുഴപ്പമില്ല, ഒന്നിച്ച് കഴിച്ചോ. ഞാൻ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടേലും ഓടി രക്ഷപ്പെടുക കേട്ടോ. മഴ ഇഷ്ടമല്ലെന്നല്ല, ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ഒരു 6-7 മാസമായി നമ്മളെ ഇങ്ങനെ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് എല്ലാം വിളമ്പിക്കൊണ്ട് ഇങ്ങോട്ട് പോരെ. പോരെ കുഞ്ഞി, പെട്ടെന്ന് സാധനം എല്ലാം എടുത്തോണ്ട് പോരെ. ഇതേ എവിടെ ഇരുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.